ഈ കിഴങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ വെച്ച് പുഴുങ്ങി തിന്നാലോ? ഈ കിഴങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം പുഴുങ്ങി തിന്നാലോ? ഒരാൾ ബിഗ് ബോസ് വീടിനുള്ളിൽ മറ്റൊരാളോട് പറഞ്ഞ ഡയലോഗാണിത്. ആരാണെന്നല്ലേ? സിബിൻ ഇരുന്ന് പറയാണ് പൂജാരുടെ അടുത്ത് അർജുനെ നോക്കിക്കൊണ്ട്. അർജുൻ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. അർജുനെ നോക്കിക്കൊണ്ട് അവിടെ പറയാണ് സിബിൻ, ഈ കിഴങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പൂജ ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ പറയുന്നുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം പുഴുങ്ങി തിന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, എനിക്ക് അർജുനെ അങ്ങനെ തോന്നിയിട്ടില്ല. അർജുൻ ഭയങ്കര എൻ്റർടൈനിങ് ആണെന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ അടുത്ത് ഇടപഴകുമ്പോഴും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അർജുൻ ഭയങ്കര എൻ്റർടൈനിങ് ആണെന്ന്. അതുകൊണ്ട് എനിക്ക് അർജുൻ അങ്ങനെ കുറ്റങ്ങളൊന്നും തോന്നിയിട്ടില്ല എന്ന് അവിടെ പൂജ പറയുന്നുണ്ട്. അപ്പോൾ സിബിൻ കളിയാക്കുന്നുണ്ട് ഇരുന്നുകൊണ്ട്. ആ സമയത്താണ് അവിടേക്ക് അർജുൻ വന്നിട്ട് എന്തോ ചോദിക്കുന്ന സമയത്ത് സിബിൻ പറയുന്നുണ്ട്, എന്താടാ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് ഉത്തരം പറയുമ്പോൾ, അല്ലടാ മോനെ അങ്ങനെ ചെയ്താൽ മതിയടാ എന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ട്. അല്ല, ഈ സിബിൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കിഴങ്ങൻ എന്ന് വിളിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് അർജുൻ അടുത്തേക്ക് വന്നപ്പോൾ പിന്നെ ഭയങ്കര സ്നേഹത്തിൽ എന്താടാ മോനെ എന്ന് ചോദിക്കുന്ന സിബിനെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. സിബിൻ നല്ലൊരു ഗെയിമറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് വിചാരിച്ച് ഞാൻ മാത്രമാണ് ഇവിടുത്തെ ഗെയിമർ, ഞാൻ മാത്രമാണ് രാജാവ് എന്ന് വിചാരിക്കുന്നത് തെറ്റല്ലേ സിബിനെ? അവിടെ അർജുൻ എന്ന വ്യക്തിക്ക് അർജുൻ്റെതായ ഗെയിം ഉണ്ടായിരിക്കാം, അവിടെ അതിൻ്റെതായ രീതിയിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. സിബിനെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫാൻ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ് അർജുൻ. സിബിൻ അത്രയ്ക്ക് തന്നെ ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒരാളെ വിമർശിക്കുന്ന സമയത്ത് നമ്മൾ കൂടി പെർഫെക്റ്റ് ആയിരിക്കണം. നീ മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താൻ മാത്രം വേണ്ടി വന്ന് അവിടെ ഇരുന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വേറൊരാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഗെയിം കളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സിബിന്റെ ഗെയിം അവിടെ നല്ല പവർഫുള്ളായിട്ട് നിന്ന് ഗെയിം കളിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഗെയിം കളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരാളെ അടിച്ചു താഴ്ത്തുന്നത്, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ മുഖത്തു നോക്കി പറയണം. അതാണ് ഗെയിമിനൊരു രസം. അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് കിഴങ്ങൻ എന്ന് വിളിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് പുഴുങ്ങി തിന്നാലോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ വൾഗറായിട്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള സിബിന്റെ വാചകങ്ങൾ ായിട്ട് എനിക്ക് തോന്നി. സിബിൻ എന്നുള്ള ഗെയിമറെ ആൾക്കാരെ ഇഷ്ടപ്പെടാതെ വരും. ഈ ഒരു ലെവലിലാണ് സിബിൻ ഗെയിം കളിച്ചു പോകുന്നതെങ്കിൽ സിബിൻ്റെതായ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗെയിമറിൻ്റെതായ രീതിയിൽ പ്രേക്ഷകർ ഒരുപാട് പേർ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ലെവലിലുള്ള ഒരു ഗെയിം മറ്റുള്ളവരെ അടിച്ചമർത്തി അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടും കൂട്ടം കൂടിക്കൊണ്ട് സ്വയം രാജാവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മാത്രമേ ഇവിടെ ഏറ്റവും വലിയ ഗെയിമർ ഉള്ളൂ എന്നുള്ളൊരു തോന്നലും അതിനുവേണ്ടി കുറച്ച് പേരെ കൂട്ടുപിടിച്ച് കൂട്ടം ചേർന്ന് ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിച്ചും ആ ഒരു ലെവലിൽ മാത്രമാണ് ഗെയിം മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ഗെയിം വമ്പൻ പരാജയത്തിലേക്ക് പോകും. അതിന് സീസൺ 3 തന്നെ ആലോചിച്ചാൽ മതി. ഏറ്റവും നല്ലൊരു ഗെയിമർ ആയിരുന്നു അവിടെ ഫിറോസ്. ആ ഫിറോസ് കൂട്ടം കൂടി അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഗെയിം മാത്രം കളിച്ചുകൊണ്ട് വന്ന സമയത്താണ് ഫിറോസിന് അവിടെ ഒരിക്കലും എത്താനായിട്ട് കഴിയാതിരുന്നത്. അവിടെ ലാസ്റ്റ് വരെ ഫിറോസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവിടെ ഒന്നിലൊന്നിലും പറ്റാതിരുന്നത് ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ട് അതിൻ്റെ രാജാവായി നിന്ന് ഗെയിം കളിച്ചതുകൊണ്ട് മാത്രമാണ് ഫിറോസിനെ എവിടെയും എത്താൻ പറ്റാതിരുന്നത്. അങ്ങനെ ഒരു ഗതികേട് സിബിന് വരാതിരിക്കട്ടെ. സിബിൻ നല്ലൊരു ഗെയിമറാണ്. നല്ല രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, ആവശ്യത്തിന് മാത്രം ഗ്രൂപ്പായി നിന്ന് കളിക്കുക.